നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ PV അൻവറിന്റെ നിർദ്ദേശം മറികടന്ന് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിൽ പ്രാഥമിക ധാരണ. ഷൗക്കത്തിന് അനുകൂല ഘടകമായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയെന്നും വിവരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം UDF ഘടകകക്ഷിയാകാനുള്ള തീവ്ര ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത്. UDFന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഗൗരവമായി ആലോചിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് EA സുഗു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. PV അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വാധീനം UDFന് അനുകൂലമാകണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്നും സുഗു. UDFന്റെ ഭാഗമല്ലാതെ ആവുന്നൊരു സമയത്ത് അപ്പോൾ ഞങ്ങൾ എന്താണ് നിലപാടെടുക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം അതിൻ്റെ യോഗം ചേർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കണോ അല്ലെങ്കിൽ പിന്നെ ഏത് രാഷ്ട്രീയ നിലപാടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിക്കും. കോൺഗ്രസിനും തൃണമൂലിനുമിടയിൽ ഒരു വിള്ളലുമില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുറഹ്മാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഘടകകക്ഷിയാക്കുന്നതിൽ തർക്കമില്ല എന്നാണ് UDFൽ നിന്നുള്ള അനൌദ്യോഗിക വിവരമെന്നും KT അബ്ദുറഹ്മാൻ. കോൺഗ്രസിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും നേതൃത്വം നല്ല നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബന്ധത്തിൽ വിള്ളലൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. സ്വാഭാവികമായിട്ടും അവർ ഞങ്ങളുടെ കത്ത് ഒരു അജണ്ടയായി ചർച്ച ചെയ്ത് അത് പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കാത്ത തൃണമൂൽ കോൺഗ്രസുമായി കൈകോർക്കാനാവില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ AICCയുടെ അനുമതിയോടെ തീരുമാനമെടുക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. UDF വിശദമായി ചർച്ച നടത്തുമെന്നും അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സതീശൻ. PV അൻവർ നിലമ്പൂരിലെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും, UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ UDFനെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓൾ ഇന്ത്യ നമുക്ക് ഇന്ത്യ ഫ്രണ്ടും മറ്റു കാര്യങ്ങളും ഉള്ളതാണ്. അത് AICC നേതൃത്വത്തിൻ്റെ ഒരു അനുമതിയോട് കൂടിയേ ഞങ്ങൾ ആ തീരുമാനം എടുക്കുള്ളൂ. അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിൽ പ്രാഥമിക ധാരണയായെന്നാണ് വിവരം. ഷൗക്കത്തിന് അനുകൂല ഘടകമായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. മറ്റാരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയായി കണക്കാക്കുമെന്ന് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ന്യൂസ് മലയാളം, ഡൽഹി, മലപ്പുറം.